ഇന്ദുട്ടി, നിന്റെ ചുമട്ടുപണി നിർത്താറായില്ലേ? ഉച്ചയ്ക്ക് പിന്നെ എന്ത് ചെയ്യും? വായി ഭക്ഷിക്കൂ. ഞാൻ ഈ ബുക്ക് ചുമടുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ക്ലാസ് എടുക്കണ്ടേ? അതിന് ചുമടുമായിട്ട് വരുന്ന ചില പുസ്തക പുഴുക്കൾ ഫ്രണ്ട് ബെഞ്ചിൽ തന്നെ ഉണ്ടാവില്ലേ? അതിന്ന് പറഞ്ഞ എടുക്കുക, ലെക്ചർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. വേണ്ട, എനിക്ക് ആരുടെയും കൺസിഡറേഷൻ ഒന്നും വേണ്ട. കോൺവെന്റിലെ ശിക്ഷണത്തിന്റെ ദൂഷ്യം. ആ ദൂഷ്യം ഞാൻ സഹിച്ചു. ഓ, ഇതാര്? കല്യാണിയോ? എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ബെല്ലടിക്കാഞ്ഞേ? ഒളിഞ്ഞെന്ന് കേൾക്കണ ശീലം അത്ര നല്ലതല്ല കേട്ടോ. അയ്യോ, ഞാൻ കല്യാണിക്ക് അങ്ങനത്തെ ദുശീലങ്ങൾ ഒന്നുമില്ല. ഉണ്ടോ? ഈശ്വരനാണേ ഇല്ല. അല്ല, എന്താ ഇത്ര വൈകിയത്? സമയം എത്രയെന്നറിയോ? ഇന്ന് എന്റെ മംഗലം കഴിഞ്ഞ ദിവസം. അത് ശരി, അതാണ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് നല്ല കുട്ടപ്പിയായിട്ടല്ലേ? ലേറ്റ് ആകുന്ന് ഇന്നലെ പോകുമ്പോഴേ പറയാറുന്നില്ലേ? വീട്ടിൽ ചെന്നപ്പോ പിള്ളേരുടെ അച്ഛൻ വന്നിക്കണോ, വരുമെന്ന് കരുതിയതല്ല. അപ്പൊ ഇന്നലെ നല്ല ആഘോഷമായിരുന്നു അല്ലേ? ഒന്ന് പോ സാറേ. ആ മതി, ഇങ്ങോട്ട് കേറ്. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പറയാം. റീസേ, കാസറ്റ് മാറണ്ടേ? ആ വേണം, ഒരു മിനിറ്റ്. നന്ദേട്ടനാ കല്യാണിക്ക് വളം വെച്ച് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ലെങ്കിലേ തലേ കയറി ചെവി തിന്നും. ഞാൻ പറഞ്ഞേക്കാം. ഓ എടി, ഇത്തിരി സോപ്പിട്ട് നിന്നില്ലെങ്കിലേ അവരവരുടെ പാട്ടിന് പോവും. ഇക്കാലത്ത് വേലക്കാരി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അറിയാലോ. എന്ന് കരുതി പൊട്ടുന്ന താളത്തിനൊക്കെ തുള്ളണോ? അവരുടെ ഒരു കുണുങ്ങിന് കണ്ടില്ലേ? ഒരൊറ്റ കുത്തുവെച്ച് കൊടുക്കാൻ തോന്നും. ചിരിക്കണ്ട. ഒരു ലെക്ചർ ആണെന്നുള്ള സീരിയസ്നെസ് നന്ദേട്ടനില്ല. സ്റ്റുഡൻസിനോടായാലും സെർവൻസിനോടായാലും കൂടെ കൂടിക്കോളും. തന്റെ ഈ സ്ട്രിക്റ്റും ഡിസിപ്ലിൻ ഒന്നും ഇക്കാലത്ത് നടക്കില്ല. സ്ട്രിക്റ്റിന്റെ അല്ല, ഐ ആം ടെല്ലിംഗ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി. ഓക്കെ ഓക്കെ, രാവിലെ വെറുതെ ചൂടാവണ്ട. വാക്കാറ് എങ്ങനെയുണ്ട്? നല്ല ഫിലിം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആ, ട്രീസയുടെ ഫോൺ കണക്ഷന്റെ കാര്യം എന്തായി? സോറി, അടുത്ത മാർച്ച് വരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരും. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഭർത്താവിന്റെ സ്വരം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരു വിരഹണിയുടെ ദുഃഖമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. യു ആർ ഓൾവേസ് വെൽക്കം. മാഷേ, ചിരി നല്ല കാസ്കറ്റ് കൊണ്ടുകൂടെ? ഇതില് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും തന്നെ. നല്ല ഇടിയുള്ള പടം എടുത്തൂടെ? ആ അച്ചായന്റെ. ഏത് അച്ചായൻ? ആ മൂക്ക് പതിഞ്ഞൊരുത്തൻ. ഓ, ജാക്കി ചാൻ. അതില് നല്ല ഇടിയുള്ളൊരു പടമുണ്ട്, അമ്മായിയമ്മയും മരുമോളും തമ്മില്. അതായാലോ? പരദൂഷണം പറയാനാ രാവിലെ തന്നെ തുള്ളിച്ചാടി വന്നിരിക്കുന്നത്. അമ്മ, ഞാൻ വേണ്ട, ഒന്നും വിസ്തരിക്കണ്ട. എന്റെ മോൻ ദുബായി കിടന്ന് പൊരിയണ്ടേ എനിക്ക് സൂഹിക്കാനാ. അതിനാരും കണ്ണു കടിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതൊന്നും പറഞ്ഞില്ല. എനിക്ക് അറിഞ്ഞൂടെ നിന്നെ, ചിട്ടിക്കാരൻ വർക്കിയുടെ മോള് ട്രീസ കുട്ടീനെ. കൊണ്ടാടിയുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് സർ. മറ്റേ കേസ് കുഴപ്പമില്ല. രാവിലെ വയറിന്റെ കാത് രണ്ട് കാലം കെട്ടിക്കൊണ്ടുണ്ട്. എന്താ ചോദിക്കപ്പോ അവിടെ ഒരു ബഹളം? ആരെങ്കിലും കുരിശുമത്തിറക്കിയ? ആ കറിയാച്ചനാ. അവനെന്താ തുണിയിലാണ്ട് കിടക്കാ? അല്ല ചോ, ലാബറട്ടറിയിലേക്ക് തവളയെ കൊണ്ട്. ഞാൻ തോറ്റോലും ആ പിള്ളേരെ മുമ്പിൽ കൂടെ തവളേനെ കൊണ്ടുവരരുതെന്ന് പല 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 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് യാവനെന്ന് ഞാൻ അല്ലെങ്കിൽ വേണ്ട. കർത്താവിനെ ഓർത്ത് എന്നെ എങ്ങനെ നാണം കെടുത്തല്ലേ? എനിക്കറിയാവടി, ഞാനിപ്പോ നിനക്കൊരു നാണക്കാരാ. നീ വലിയ ലൈബ്രറി അസിഡന്റ്, ഞാൻ വെറും പ്യൂൺ. ഏറ്റവനാണെന്ന് പറയാൻ നിനക്കിപ്പോ നാണക്കേട് കാണും. പ്യൂണായതിൽ എനിക്ക് ഒരു നാണക്കേടുമില്ല. ഈ തവളപിടുത്തം ഒന്ന് നിർത്താനേ പറഞ്ഞുള്ളൂ. വേണ്ട, തവളക്കാരും പറഞ്ഞു നീ എന്നെ ഒതുക്കണ്ട. നിന്റെ സ്ത്രീധനം കൈക്കൂലിയായി കൊടുത്ത് ജോലി വാങ്ങിച്ചെന്നുള്ള അഹംഭാവമാണ് നിനക്ക്. ഇതാ ഞാൻ പറഞ്ഞ അച്ഛന് കോംപ്ലക്സ് ആണെന്ന്. കോംപ്ലക്സ് നിന്റെ ഈശോയെ, ആരെങ്കിലും കേൾക്കും. കേക്കട്ടടി, എന്നെ കുറിച്ച് പരദൂഷണം പറഞ്ഞു നടക്കുന്ന നിനക്കാണോ എനിക്കാണോ കോംപ്ലക്സ് എന്ന് കേൾക്കുന്നവർ പറയട്ടെ. ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോ? എന്നതാ? ഞാൻ പരദൂഷണം പറയുന്ന അച്ഛൻ കേട്ടോന്ന്.
കേട്ടോന്ന് ചോദിക്കാ സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതി. പറയാം, കാതുകൊണ്ട് കേൾക്കുമ്പോ പറയാം. നീ നോക്കിക്കോ, തോണ്ടി സകലം ഞാൻ പിടിച്ചോ. പിടിക്കും. അല്ല കറിയ ചേട്ടാ രാവിലെ എന്താ ഒരു പ്രശ്നം? അതെ, ഞങ്ങളെ ഏ? ചാരപ്രശ്നം ഒന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. ഓ അത് ശരി. ഉം. ആ എന്താ കറിയാച്ചാ? കറി ആയിട്ടില്ല, ആകുമ്പം വിളിക്കാം. പോരെ? ഷാപ്പിലെ തവള കറി ആയിരിക്കും അല്ലേ? ചിന്നമ്മോ, ആ? ഏതോ ഒരു പുതിയ നോവൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സ്വീറ്റ് ഡ്രീംസ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോന്നോ? പുരുഷന്മാരെ അത്യാവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ടതാ. ആ റാക്കിലുണ്ട്, എടുത്തു തരാം. വായിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ നഷ്ടപരിഹാരം തരേണ്ടി വരും. എന്ത് വേണോ തരാം. മദ്യപാനിയായ ഭർത്താവ്. ആഹാ, അയാൾ ഒരു പകൽമാന്യനാ. കിട്ടുന്ന കാശ് മുഴുവൻ പട്ടഷാപ്പിൽ കൊടുക്കുന്ന ദുഷ്ടൻ. ഇങ്ങനെയുള്ളവന്റെ കൂടെ ജീവിക്കാതിരിക്കുന്നതാ നല്ലത്. സ്വന്തം കോംപ്ലക്സ് മറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത ഓരോ കുറ്റം കണ്ടുപിടിച്ച് ഭാര്യയെ മർദ്ദിക്കുന്ന കസ്മലൻ. തലവിധി അല്ലാതെന്താ. എടീ, നിക്കടി അങ്ങോട്ട്. തല്ലിയാ നീ എന്നെ ഇവിടെ. നീ എന്നെ പറഞ്ഞേ സ്വന്തം കാതുകൊണ്ട് കേൾക്കുമ്പോ പറഞ്ഞാ മതിയെന്ന്. നിങ്ങൾ എന്നാ കേട്ടെന്നാ? കേട്ടല്ലോ. ഞാൻ മദ്യപാനിയാണെന്ന് നീ പറഞ്ഞില്ലേ? കോംപ്ലക്സ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലേ? ഞാൻ പകൽമാനും കാശ്മീർ എന്റെ ഈശോയെ, നോവലിലുള്ള കാര്യം പറഞ്ഞതാ. വേണ്ട, ഉറിയണ്ട. നീ എന്നാടി നോവൽ എഴുതാൻ തുടങ്ങിയത്? ഞാനല്ല എഴുതിയത്. പാറേ മാതാവാണ് ഞാൻ പറയുന്നത് സത്യ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ സ്വീറ്റ് ഡ്രീംസ് ഒന്ന് വായിച്ചു നോക്ക്. സ്വീറ്റ് ഡ്രീംസോ? ഹലോ, ആ ആരാ? ആ ഇപ്പൊ വിളിക്കാം, പ്ലീസ് ഹോൾഡ് ഓൺ. ആരാ? ട്രീസയുടെ ഹസ്ബൻഡാ. ഓ, ഒന്ന് ലുങ്കി എടുത്തു കൊടുത്തേ. ഇതിനെന്താ കുഴപ്പം? ട്രീസ ഇപ്പൊ വരും. വന്നോട്ടെ. ശ്ശോ, ഒന്ന് പോ. ട്രീസ, ഹലോ, അതെ ഞാനാണ്. ആ എന്താ? തള്ളാതെ, ശരിക്കും കേട്ടില്ല ഞാൻ. എന്താ? അവര് വല്ല റൊമാൻസും പറയുന്നിടത്ത് നമ്മൾ എന്തിനാ കട്ടുറുമ്പുകളായിട്ട്? ഓഹോ, അപ്പൊ തന്റെ റൊമാൻസ് മൂടൊന്നും കളഞ്ഞു പോയിട്ടില്ല അല്ലേ? നമുക്കും കുറച്ചാൾ അകന്നിരുന്നാലോ? എന്താ, മടുത്തോ? ഏയ് അതല്ല, ഈ അകന്നിരിക്കുമ്പോ കാണാനുള്ള ഒരു വെമ്പലുണ്ടല്ലോ, ഓഹോ. അതിന്റെ ത്രില്ലൊന്ന് ആസ്വദിക്കാനാ. ഉം. ഞാൻ കുറച്ചാൾ അമേരിക്കയിൽ പോയി നിൽക്കാം, അമ്മായിച്ചന്റെ കൂടെ. എന്താ? അങ്ങനെ എന്റെ മോൻ ഇപ്പൊ ത്രില്ലടിക്കണ്ട കേട്ടോ. എന്തായി കാണിക്കണേ? എന്റെ മോനോടൊരു വാക്ക് പറയിപ്പിക്കാതെ നീ ഫോൺ വെച്ച് കളഞ്ഞല്ലോടി. എന്താ, എന്തു പറ്റി? എന്നോട് മിണ്ടാതെ തുള്ളിച്ചാടി ഇവിടെ വന്നൂന്ന്. ഫോൺ വന്നതുകൊണ്ടാ. അത് എന്നോട് പറയണ്ടേ? അമ്മ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ടി വി കണ്ട് ചത്തിരിക്കുക? അല്ലെങ്കിൽ എനിക്കറിയാടി, ഞാൻ എന്റെ മോനോട് സംസാരിക്കുന്നത് നിനക്ക് തീരെ അവർക്ക് ഇഷ്ടല്ല. ഭാര്യയ്ക്കും ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ സ്വകാര്യം പറയാൻ കാണില്ലേ? അതിൽ എന്തൊട്ട് കോപ്പിന് സ്വകാര്യം. ഞാനൊരു ആമൃതന്റെ കൂടെ പുറത്തോളാം. ഇമ്മാതെ ഇളക്കങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്റെ മൂന്നാമത്തെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ എന്റെ ആമൃതന്റെ മോൻ ശരിക്കും കണ്ടത് തന്നെ. ആ, അമ്മച്ചി വാ, അവര് കിടന്ന് ഉറങ്ങട്ടെ. അവര് കിടന്നോളും. അതിന് നിന്റെ ശുപാർശ ഒന്നും വേണ്ട. തള്ള ചെല്ല്, അധികം സംസാരിച്ച കാറ്റു. ഏ ഈ ശ്വാസം പോവേ, ശ്വാസം. സംസാരിച്ച പോക്ക. മനസ്സിലായി, ഒക്കെ ഒരു കയ്യാ. സോറി, ബുദ്ധിമുട്ടായല്ലേ? ഏയ് ഇറ്റ്സ് ഓൾ റൈറ്റ്. ട്രീസ് ഇത് എങ്ങനെ സഹിക്കുന്നു? സഹിച്ചല്ലേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ഇനി ലുങ്കി കഴിക്കാലോ? വാ.